അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ എന്നതിൻ്റെ അർത്ഥം എന്താണ്? നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്ന് വെച്ചാൽ എന്താണ്? അത് മറ്റുള്ളവരുടെ വീഴ്ചകൾ പരിശോധിക്കലും കണ്ടെത്തലുമല്ല, മറിച്ച് മാന്യമായി അവരോട് തിന്മകളെക്കുറിച്ച് ഉണർത്തലും ശ്രദ്ധയിൽപ്പെടുത്തലുമാണ്. നമസ്കാരത്തിൽ ധൃതി കാണിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അവനെ ആക്ഷേപിക്കുന്നതിന് പകരം ഭയഭക്തിയുടെയും അവധാനതയുടെയും മഹത്വം അയാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഔറത്ത് മറയ്ക്കാതെ അശ്രദ്ധ കാണിച്ച് നടക്കുന്നവനെ കണ്ടാൽ അവന്റെ വിശ്വാസത്തെ സംശയിക്കുന്നതിന് മുമ്പ് സൂക്ഷ്മത അള്ളാഹു എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. ഹിജാബിന്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവളെ മുദ്ര കുത്തുന്നതിന് പകരം ലജ്ജയുടെയും ഹിജാബിന്റെയും അനിവാര്യത പറഞ്ഞു കൊടുക്കുക. ഏഷണിയിലും പരദൂഷണത്തിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടരെ കണ്ടാൽ ശവം തീറ്റ മനുഷ്യന് അത്ര പറ്റിയ ജോലിയല്ല എന്നവരെ ഓർമ്മിപ്പിക്കുക. അംറു ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ നിർബന്ധിപ്പിക്കലല്ല. നഹ്യുൻ അനിൽ മുൻകർ എന്നാൽ ജനങ്ങളുടെ സ്വകാര്യതകളിൽ കടന്നു ചെല്ലലല്ല. മതത്തിൽ നിർബന്ധിപ്പിക്കലില്ല എന്ന് റബ്ബ് പറയുമ്പോൾ അവന്റെ അടിമകളിൽ ഒരാൾ മാത്രമായ നമ്മൾ നിർബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണ്? പേടിച്ചെന്ന പോലെ പ്രതീക്ഷയോടും കൂടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആരാധിക്കപ്പെടേണ്ടത്. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് പ്രബോധനം നടത്തുന്ന ഒരാളാണ് നമ്മൾ എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അവനോടുള്ള ഇഷ്ടത്തോടെ അള്ളാഹുവിലേക്ക് അവർ അടുക്കട്ടെ. അവനിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം അകറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശ പകർന്നപ്പോഴായിരുന്നു 99 പേരെ കൊന്ന മനുഷ്യൻ 100 തികച്ചത്. ശേഷം തൗബയുടെ സാധ്യതയെക്കുറിച്ചറിഞ്ഞപ്പോൾ അയാൾ തൗബ ചെയ്യുകയും സ്വർഗപ്രവേശം നേടുകയും ചെയ്തു. അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനെ അറിയുക. അവൻ എത്രമാത്രം കാരുണ്യവാനാണ് എന്ന് മനസ്സിലാക്കുക.